5 സുന്ദരികൾ ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അനിയ, എങ്ങനെ പോകുന്നു നിന്റെ ദാമ്പത്യ ജീവിതമൊക്കെ? എന്തായാലും സന്തോഷമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വാരിക്കുഴിയിലാണ് നീ വീണിരിക്കണേ. ശരി, വഴി മാറി. അങ്ങനെ അങ്ങോട്ട് പോലെ നിക്ക് നിക്കനിയ, വഴി മാറി. നിക്കനിയ പറയട്ടെ. ചില ആളുകളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഠിപ്പുണ്ടായതുകൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല. മുന്നിൽ നിന്ന് മാറ് ബ്രദർ. എടാ, നിനക്ക് പോവാനായിട്ട് ഞാൻ ബൈപ്പാസ് റൂട്ടിനെ തുറന്നിട്ടാ പോയത്. നീ ആ വഴി പോവാതെ പഞ്ചായത്ത് റോഡ് തെരഞ്ഞെടുത്തു. ഞാൻ എന്ത് ചെയ്യാനാ? ഓ, ദേഷ്യം വരുന്നുണ്ട് നിനക്ക്. പക്ഷേ എനിക്ക് നിന്നെ ഓർക്കുമ്പോ ദേഷ്യമൊന്നുമില്ല, പാവം തോന്നുക. ബ്രോ, നീ ചെയ്ത ദ്രോഹത്തിന് വെറുതെ വിടാൻ പാടില്ലാത്ത ക്ഷമിച്ചു വിട്ടതാ നിന്നെ. ചുമ്മാ ചൊറിയെ നോക്കി നീ തന്നെ വെറുതെ പണി വാങ്ങി കൂട്ടണ്ട. എന്താടാ നീ പറഞ്ഞിട്ടിപ്പോ അറ്റാക്ക് വന്നേനെ. ഈടാ ആകാശേ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേക്ക്. ചില വയോധികമാര് പറഞ്ഞ കേട്ടിട്ടില്ലേ, അച്ഛനായിരിക്കണം മക്കളുടെ ഹീറോ, വഴികാട്ടി എന്നൊക്കെ. ഇതൊക്കെ വിശ്വസിച്ച് നീ നടന്നാലുണ്ടല്ലോ, എടാ മോനെ, നിന്റെ ജീവിതം ശോകാവും. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട കൂട്ടാ. അച്ഛന്റെ വാക്ക് കേട്ട് എന്റെ ജീവിതം ശോകായത് നീ കണ്ടില്ലേ? ഓ, നിന്നെ ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചപ്പോ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നതിനാ നീയാ? വഴിന്ന് മാറ്. നീ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചപ്പോ അതവനങ്ങ് പിടിച്ചില്ല. നിന്റെ ഈ വിട്ടിത്തോക്കെ റൂമിൽ ചെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിന്നോട് തന്നെ പറഞ്ഞാൽ മതി. അച്ഛനോടുള്ള സ്നേഹമാണ് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്. നീ ഇരുട്ടിലാണ് നീയാ. ആ നിന്നെ ഒരു ടോർച്ചടിച്ച് കാണിക്കാന്ന് വെച്ചപ്പോ പുച്ഛം. വാരിക്കുള്ള വീണ് നീ അവിടെ തന്നെ കിടക്ക്. ഈ ജന്മം നിനക്ക് മോചനമില്ല നീയാ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് നീ എവിടെ നിന്ന് ചോദിക്കോ? അയാളില്ലേ നിന്റെ അച്ഛൻ, അയാള് പറഞ്ഞ വാക്കും കേട്ട് ആ ചാരുവിന്റെ കഴുത്തില് എന്തിനാണ് നീ താലി കെട്ടിയത്? എടാ, നിനക്ക് എന്താടാ പറ്റിയത്? അവളെ കെട്ടാനിരുന്ന ഞാൻ റൈറ്റ് ടൈമിൽ മുങ്ങി നീ കണ്ടില്ലേ? ഞാൻ മുങ്ങാനുള്ള കാരണം എന്താ നീ ആലോചിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ആലോചിച്ചില്ല ബ്രോ.